എന്തായാലും ഇവിടെ ഡോക്കിങ് കഴിഞ്ഞു. അവർ അവിടേക്ക് കയറി. ഞാൻ ലേറ്റസ്റ്റ് ഇത് ഞാൻ കണ്ടില്ല. അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ISSന്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവരുടനെ പ്രവേശിക്കും. അതിൻ്റെതായ കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഇനി എന്തായാലും ഇതൊരു വലിയ ചരിത്ര നിമിഷം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം 41 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. ഇത് നമുക്കിനി വരാൻ പോകുന്ന നമ്മുടെ ഈ ഗഗൻയാൻ പദ്ധതിക്ക് ഇത് വളരെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. വളരെ വലിയൊരു മുതൽക്കൂട്ടാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഗൻയാൻ പദ്ധതി അടുത്ത ഒരു 1.5 വർഷത്തിനുള്ളിൽ അത് തുടങ്ങും. ഇപ്പൊ അത് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രയലുകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ 3 ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ട് അടുത്ത ഒരു 2027 മധ്യത്തോടുകൂടി അത് വിക്ഷേപിക്കപ്പെടും എന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ പദ്ധതി ഇങ്ങനെ നടക്കുമ്പോൾ ബഹിരാകാശ പരിചയം എന്നുള്ളത് ഒരു സുപ്രധാന ഘടകമാണ്. അങ്ങനെ ബഹിരാകാശത്ത് പരിചയമുള്ള ഒരു പരിചയസമ്പന്നനായ ഒരു ബഹിരാകാശ സഞ്ചാരി അതിനൊപ്പം ഉണ്ടാകും, നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 14 ദിവസങ്ങളിൽ അദ്ദേഹം നേടുന്ന അനുഭവ സമ്പത്ത്, ഒരുപാട് എക്സ്പെർട്ടൈസ്, വൈദഗ്ധ്യം, ഇതെല്ലാം രാജ്യത്തിനും നമ്മുടെ പദ്ധതികൾക്കും ഒക്കെ വലിയ മുതൽക്കൂട്ടാവാൻ പോവുകയാണ്. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ ഭാവി ഗഗൻയാൻ പദ്ധതികളിൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി നമ്മുടെ ഗഗൻയാൻ പേടകത്തെ ഡോക്ക് ചെയ്യാനുള്ള പദ്ധതിയുമുണ്ട്. അതിന് ഇവരുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഡോക്ക് ചെയ്ത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ പൈലറ്റിംഗ് ഒക്കെ ചെയ്തത് ശുഭാൻശു ശുക്ലയാണ്. ഈ ഡോക്കിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അവിടെയും അദ്ദേഹത്തിന്റെ ആ പരിചയം കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡോക്കിംഗ് ടെക്നോളജി, ഡോക്കിംഗ് പ്രക്രിയ, ഡോക്കിംഗ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 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 സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. 400 കിലോമീറ്ററിന് മുകളിലൂടെ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന 2 പേടകങ്ങൾ തമ്മിലാണ് ഇങ്ങനെ ഈ കൂട്ടി യോജിപ്പിക്കുന്നത്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തലകറങ്ങി പോകും. അത്ര സങ്കീർണമായ കാര്യമാണിത്. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇവിടെ പരിചയം നേടാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉണ്ടായത്. അതാണ് രാജ്യം അത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പല മാനങ്ങളിലുള്ള ഭാവി പദ്ധതികളിലേക്ക് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ ഇതിൽ കൂടെ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് ഇനി നടക്കുന്ന ഓരോ പരീക്ഷണങ്ങളൊക്കെ തന്നെയാണെങ്കിലും അതിൽ ഇന്ത്യയുടെ ഒരു പേര് അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് തന്നെ പ്രധാനമന്ത്രി മോദി അടക്കം ഇക്കാര്യങ്ങൾ ഗഗൻയാനെ കുറിച്ചുള്ള ദൗത്യത്തിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിലേക്കെല്ലാം ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഈ ഒരു യാത്ര. അതെ, തീർച്ചയായിട്ടും. ഇത് ഒരു വലിയ യാത്രയിലേക്കുള്ള, വലിയ നേട്ടങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകളാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം മാറ്റിവെച്ച യാത്ര പല കാരണങ്ങൾ കൊണ്ട്. ഇനിയിപ്പം ഈ ജൂൺ 30 മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വിൻഡോ വരുന്നത് ജൂലൈ അവസാനത്തേക്കേ വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കകൾക്കൊക്കെ പരിഹാരമായി വിരാമം ഇട്ടുകൊണ്ട് ശുഭാൻശു ശുക്ല നല്ല സേഫായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട് ഇപ്പോൾ അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള നമ്മളെന്തായാലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. ഇതെല്ലാം ലൈവായിട്ട് കാണാൻ കഴിയുന്നു. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, കൊച്ചുകുട്ടിയായിരുന്ന സമയത്താണ് ഈ രാകേഷ് ശർമ്മയൊക്കെ ബഹിരാകാശത്ത് പോകുന്നത്. അന്ന് ദൂരദർശൻ പോലും വളരെ അപൂർവമാണ്. അത് മാത്രമല്ല, പത്രങ്ങളിൽ കൂടെ വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. പിന്നുള്ള ആകാശവാണിയിൽ കൂടെയാണ്. ആകാശവാണിയിൽ കൂടെ നമുക്ക് കേൾക്കുന്നത് ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കേൾക്കും. ഇവര് സംസാരമാണെന്നുള്ളത് അറിയാം, എന്നുള്ളതെല്ലാം ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ്. എങ്കിലും അതൊക്കെ കേട്ട് അതൊക്കെ അന്നത്തെ അതിന്റെ ഒരു ആവേശം വേറെയാണ്.
പിറ്റേ ദിവസം പത്രത്തിൽ അത് വായിക്കുന്നു. ഇത് നമ്മൾ നേരിട്ട് കാണുകയാണ് ലൈവായിട്ടൊക്കെ. അതുകൊണ്ട് നമുക്ക് വലിയ 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 സന്തോഷത്തിലാണ്. ഇനി ഒരു മടക്കവരവ് അത് എങ്ങനെയായിരിക്കും? അത് വളരെ സങ്കീർണമായിരിക്കുമോ? എങ്ങനെയായിരിക്കും ഇനി അതിലേക്കുള്ള ഒരു യാത്ര? അതായത് ഈ മടക്കയാത്ര എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ അകത്തെ ഈ സ്പേസ് ടെക്നോളജിയിലെ ഏറ്റവും നിർണായകവും ഡേഞ്ചറസുമായ 2 പ്രക്രിയ, ഒന്ന് ലോഞ്ചിന്റെ സമയത്തും മറ്റൊന്ന് റീ എൻട്രി സമയത്തുമാണ്, തിരിച്ചു വരുമ്പോഴുമാണ്. ഇനിയുള്ളത് റീ എൻട്രി. ലോഞ്ച് കഴിഞ്ഞു, ഇപ്പൊ ഇനിയുള്ളത് റീ എൻട്രിയാണ്. ഇപ്പൊ 14 ദിവസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഈ പേടകത്തിന്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് അത് അൺഡോക്ക് ചെയ്ത് ഭ്രമണപഥം താഴ്ത്തണം. ഇപ്പൊ 400 കിലോമീറ്റർ മുകളിലാണ് ഇത് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അത് അതിലെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പേടകത്തിന്റെ വേഗത കുറച്ച് ഇത് താഴ്ത്തി കൊണ്ടുവന്ന് കൃത്യമായ ഒരു ആംഗിളിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ ഒരു ഹൈറ്റിൽ വെച്ച് അത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കണം. ആ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പേടകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ വളരെ അതിശക്തമായ വേഗതയിൽ വരുന്നുണ്ട്. ഇതേ വേഗതയിൽ 27,000-28,000 കിലോമീറ്റർ വേഗതയിലാണ് അത് അന്തരീക്ഷത്തിലേക്ക് കയറുന്ന മണിക്കൂറിൽ. അപ്പോൾ അന്തരീക്ഷവുമായി ഉരഞ്ഞ്, എയർ മോളിക്യൂൾസുമായിട്ട് ഉരഞ്ഞ് വളരെ 1000-1500 ഡിഗ്രി ചൂടുണ്ടാവും. ആ സമയം വളരെ 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 നിർണായകമാണ്. അത് വളരെ ഡേഞ്ചറസുമാണ് ഏറ്റവും. അതിനെ അത്ര വലിയ ചൂടിനെ ചെറുക്കാൻ വേണ്ട ഹീറ്റ് ഷീൽഡൊക്കെ പേടകത്തിനുണ്ട്. അങ്ങനെ അതിന്റെ പിന്നീട് അന്തരീക്ഷത്തിലേക്ക് കയറി വേഗത കുറയുമ്പോഴാണ് വീണ്ടും കമ്മ്യൂണിക്കേഷൻ തിരിച്ചു കിട്ടുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കരുതിയിരിക്കുന്ന പാരച്യൂട്ടുകൾ വിടർന്ന് അവര് കടലിലാണ് ഇറങ്ങേണ്ട, കടലിലോ കരയിലോ, ഇത് കടലിലാണെന്ന് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നു. അങ്ങനെയാണ് ചെയ്യുക. അത് ആ പ്രോസസ്സ് അതൊരു സീക്വൻസ് ആണ്. ആ സീക്വൻസിലെ ഓരോ സെക്കൻഡും വളരെ വളരെ പ്രധാനമാണ്, വളരെ ക്രൂഷ്യലുമാണ്. എന്നാലും ഇതൊക്കെ ഒരുപാട് ട്രയലുകൾ കഴിഞ്ഞതും എല്ലാ സാധ്യതകളും വിലയിരുത്തിയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കണ്ടതാണ് സുനിത വില്യംസ് പോയി വന്നപ്പം ഉണ്ടായ അവസാന ദിവസത്തെ കൺഫ്യൂഷനും ത്രസ്റ്ററുകൾ തകരാറിലായതും പിന്നീട് അവര് വേറെ പേടകം അയച്ച് തിരിച്ചു കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എന്തായാലും ഇതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളെയും വിലയിരുത്തിയും പഠിച്ചും തന്നെയാണ് ഇതിനു വേണ്ട പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.